ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് 7 സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും ഒരു പാസ്റ്റിലൂടെ തന്നെയാണ് കേട്ടോ. സെഹ്യൂന് ഇവളുടെ ചേച്ചിയായി യൂസ് ചെയ്യാനോ ഒരു ഡയറി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിലെഴുതിയാൽ മതി കേട്ടോ, ഞാൻ വാങ്ങിത്തരാമെന്ന് പറയുന്ന ചേച്ചിയുടെ ഈ ഡയറി എന്ന് പറഞ്ഞാൽ എന്താന്ന് അന്നത്തെ കുട്ടിയായ സെഹ്യൂൻ ചോദിക്കുന്നുണ്ട്. ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എന്തൊക്കെയാണ് നടന്നേ ആ കാര്യങ്ങളൊക്കെ, സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, അതൊക്കെ എഴുതുന്ന ഒരു ബുക്കാണെന്ന് പറയുന്നതും. അപ്പോൾ ഇവളാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു കേക്കിൻ്റെ പടം വരച്ചിട്ട് മൊത്തം റെഡ് പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ. ഇതെന്തൊക്കെ വരയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കടലാണെന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുമെന്ന് ചിരിക്കുകയാണ്. കടലിന് ചുവപ്പ് കളറാണോ നീല കളറല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ വീണ്ടും ആ ചുവപ്പ് തന്നെ വാങ്ങി അതിൽ മൊത്തം അങ്ങ് കുത്തി വരയുമ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലൂടെയാണ് കേട്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രസൻറ്റിൽ ഇവളാണെങ്കിലോ ഈ ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. സെഹ്യൂനാണെങ്കിലോ ബോധം വരുന്നുണ്ട്. ഈ ടൈമിൽ മിസ്റ്റർ ചോയി ആണെങ്കിൽ ഇവൾ നേരത്തെ ആക്രമിക്കാൻ നോക്കിയ ആ ഒരു കത്തി ഉണ്ടല്ലോ, അതൊരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കുന്നതും ഒരു ബോക്സിലിടുന്നുണ്ട് കേട്ടോ. ആ ബോക്സിൽ ഇതുപോലെ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ കവർ ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ പിന്നീട് കുളിക്കുന്നതും ദേഷ്യത്തിലിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ സംശയിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഫേസ് കണ്ടിട്ട് നല്ല ഫെമിലാരിറ്റി തോന്നുന്നുണ്ടല്ലേ എന്ന് ഇവർ പറയുന്ന ടൈമിൽ ആ ന്യൂഡിൽസ് തലയനാണെങ്കിൽ ദേ ഈ മൂക്ക് നോക്കി ഇത് നമ്മുടെ ഡോക്ടർ സെഹ്യൂനെ പോലെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ് ആ കണ്ണ് കണ്ടറിയത്തില്ലേ ആ പെണ്ണുമ്പിള്ളിയല്ല എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും 30 വയസ്സിന് അടുത്ത് പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഇവരെ പറ്റി അന്വേഷിക്കുന്ന ഒരു ലുക്കൗട്ട് നോട്ടീസൊക്കെ അടിക്കാമെന്ന് ജിന്ന അവിടെ പറയുന്നതും. സോ ലാസ്റ്റ് മർഡർ നടന്നൊരു സീൻ ഉണ്ടല്ലോ, അവിടെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയോ എന്നൊക്കെ ജെഹ്യൂൻ അവിടെ ചോദിക്കുന്നുണ്ട്. ജിന്നാണെങ്കിലോ ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് വരികയാണ്. കാരണം ഈ 3 വിക്ടിംസിനെയും കൊല്ലാൻ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ എങ്കിലും വേണ്ടേ, ഒന്നുമില്ല എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന ടൈമിൽ ഈ ന്യൂഡിൽസ് തലയനാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെയും മൂന്നാമത്തെയും വിക്ടിം തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അതെന്താന്ന് ഇവർ ചോദിക്കുമ്പോൾ അല്ല ഇവർ രണ്ടുപേരും ഇവിടെയുള്ള ആ മിസ്റ്റർ ചോയുടെ ലോണ്ടറി ഷോപ്പ് ഉണ്ടല്ലോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഈ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും ആ ലോണ്ടറി ഷോപ്പിൽ പോകാറുണ്ട് എന്ന് വിചാരിച്ച് അയാളെ ഡൗട്ട് അടിക്കാൻ പറ്റൂ, നീ എന്തുവാടെ ഈ പറയുന്നതെന്നാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത്. ഇവരത് കാര്യമാക്കുന്നില്ല. സെഹ്യൂനാണെങ്കിൽ ഫ്രഷ് ആയതിനു ശേഷം ആ റൂമിൽ മൊത്തം ബ്ലഡിന്റെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നതും അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് വീണ്ടും ഒരു പാസ്റ്റിലെ സീനായിരിക്കും. അതായത് ഇവളുടെ കയ്യിലുള്ള ഒരു ഡോൾ ഉണ്ടല്ലോ, അതിന്റെ കൈ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സിസ്റ്റർ ഇവൾക്കിത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇത് പോന്നോ, ഇത് തുന്നിത്തരാം, ഇതെങ്ങനെയാ തുന്നാന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് ഇത് കൊച്ചനീത്തിയെ പഠിപ്പിക്കുന്നതും. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അച്ഛൻ്റെ നീഴൽ സെഹ്യൂൻ കാണുന്നത്. ഇവളാകെ പേടിക്കുകയാണ് കേട്ടോ. ഇയാളാണെങ്കിൽ അങ്ങോട്ട് വന്ന് യൂസിയോനയോട് സമയം ഒരുപാടായില്ലേ നിനക്ക് പഠിക്കാനില്ലേ എന്ന് ചോദിക്കുന്നതും ചേച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇയാളാണെങ്കിൽ പിന്നീട് ഒരു ബക്കറ്റ് എടുത്തു കൊടുന്ന് സെഹ്യൂന് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, നീ മടി പിടിച്ചിരിക്കാതെ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു പറയുന്നതും. ഇവളാണെങ്കിൽ നോക്കുമ്പോൾ ആ ഒരു ബക്കറ്റിൽ ഈ ചോരയുടെയൊക്കെ പാട് കാണുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഇവിടെ ചിന്തിക്കുന്നത്, അതായത് ഇവളെന്നെ മീറ്റ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അതായത് നീയാണ് അവളെ കൊന്നതെന്ന്. ആ ഒരു സീനും അതുപോലെ ഇവളുടെ കയ്യിലെ മുറിവൊക്കെ നോക്കുമ്പോൾ നേരത്തെ ഒരു പട്ടിയുടെ കേസ് പറഞ്ഞിരുന്നുവല്ലോ, അതായത് ഒരു പട്ടി കടിക്കുകയാണെങ്കിൽ നമ്മൾ കൈ വലിക്കരുത്, പകരം അതിൻ്റെ കഴുത്തിനങ്ങ് കുത്തിന് പിടിക്കണം എന്നൊക്കെ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇവൾ ആലോചിക്കുന്നത്. ഇതേ ടൈമിൽ ജെഹ്യൂനാണെങ്കിൽ ന്യൂഡിൽസ് തലയൻ പറഞ്ഞ കാര്യം അങ്ങനെ അങ്ങ് വെറുതെ വിടുന്നില്ല. നേരെ തന്നെ ലോണ്ടറി ഷോപ്പിൽ അതായത് മിസ്റ്റർ ചോയുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ. സോ ഇവരുടെ രജിസ്റ്ററൊക്കെ തപ്പുന്നതും അതിൽ വലിയ കാര്യമായിട്ട് ഇവർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. ആ പെൺകുട്ടി അവസാനമായിട്ട് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു എന്ന് ജിന്നി ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇയാൾ വളരെ നോർമലായിട്ടാണ് കേട്ടോ ആൻസറൊക്കെ ചെയ്യുന്നത്. ആ ടൈമിലാണ് ഈ കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ജെഹ്യൂൻ തിരിച്ചറിയുന്നത്. കാലിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ടൈമിൽ ജിന്നാണ് കേട്ടോ മറുപടി പറയുന്നത്. ആൾക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, അതാ സംഭവം എന്ന് പറയുന്നതും. ഈ ഒരു ടൈമിൽ ഈ മിസ്റ്റർ ചോയുടെ ഫേസ് മാറുകയാണ്. അത് ജെഹ്യൂൻ ഓപ്പോസിറ്റുള്ള മിററിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ റൂം എന്താന്ന് ജെഹ്യൂൻ ചോദിക്കുന്ന ടൈമിൽ അത് ജസ്റ്റ് സ്റ്റോറേജ് റൂമാണ്, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതും അതൊന്ന് ചെക്ക് ചെയ്തോട്ടെന്ന് ജെഹ്യൂൻ ചോദിക്കുന്ന ടൈമിൽ ജിന്നാണെങ്കിൽ എന്തേ പറയുന്നേ, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ വന്നേന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ചോയി ആണെങ്കിലും അതിനെന്താ കുഴപ്പമില്ല ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നതും കാര്യം ചോയ്ക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമാകുന്നില്ല. യോങ്ചാനിൽ തിരിച്ചെത്തുന്ന ഇവൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ലാസ്റ്റ് ടൈമിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു യൂണിഫോം ഇട്ടിരുന്നല്ലോ. സോ ആ ഒരു സ്കൂളിലെത്തുന്നതും സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ തപ്പിപ്പിടിക്കാൻ പറ്റുമെന്നാണ് ഇവൾ ശ്രമിക്കുന്നത് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഈ ലുക്കൗട്ട് നോട്ടീസ് ഇവൾ കാണുന്നതും. പെട്ടെന്ന് ഇവൾ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്, ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ ജിന്നാണെങ്കിലോ ഈ മിസ്റ്റർ ചോയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആളെ ഒരു പ്രത്യേക ടൈപ്പാ, ഒന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താന്നൊക്കെ മിസ്റ്റർ ചോയ് പറയുന്ന ടൈമിലാണ് ഈ ജിന്നിന് വൈഫിൻ്റെ കോൾ
കോള് വരുന്നത് കേട്ടോ. സോ ഇയാളങ്ങ് മാറുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ജഹ്യൂൻ കാണുന്നത് ഒരു ബോക്സിൽ കോട്ടും അതുപോലെ ഒരു തൊപ്പിയൊക്കെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നോക്കുന്ന ടൈമിൽ തൊട്ട് പിന്നിൽ മിസ്റ്റർ ചോയ് വന്ന് നിൽക്കുന്നത് ഇവന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ചോയും ഇവനും ഒരുമിച്ച് തന്നെ ഈ മുഷ്ടിയൊക്കെ ഇങ്ങനെ ചുരുട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ മിസ്റ്റർ ചോയി ആണെങ്കിൽ കൂളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയുന്ന ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നതും ഇതേ ടൈമിൽ സെഹ്യൂൻ ഫോളോ ചെയ്യുന്ന പെൺകുട്ടി ആ കണ്ട പെൺകുട്ടിയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, മറ്റേതൊരു പെൺകുട്ടി ആയിരിക്കും. ജിന്നാണെങ്കിലോ ജഹ്യൂന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അതെ, ഇത് സോള് പോലെ പട്ടണമൊന്നുമല്ല, ഒരു നാട്ടുംപുറം. ഇപ്പം തന്നെ ഇയാളുടെ കടയൊക്കെ സെർച്ച് ചെയ്തു എന്ന് പുറത്തറിഞ്ഞ ഈ റൂമറാണ്, സ്പ്രെഡ് ആകും, അതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന ടൈമിൽ ജഹ്യൂനാണെങ്കിൽ എനിക്ക് ഇയാളെ ചെറിയൊരു സംശയമുണ്ട്, ഒന്ന് നിരീക്ഷിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇയാളേനോ എന്താ തൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന സാറിനോട് ഇവൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ 3 വിക്ടിംസിൻ്റെ കേസിലും ത്രെഡ് അതുപോലെ ലാക്സ് നീഡിൽ ഒക്കെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇയാളുടെ ഷോപ്പിലും അതൊക്കെ തന്നെയുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ കൊള്ളാം, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറ്റക്കാരനായി മാറും, ഇയാൾ എന്തോ ഈ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ മിൻഹോയെ ഫോളോ ചെയ്യുന്ന ആ ഒരു CCTV ഫുട്ടേജ് ഇവരുടെ കയ്യിലുണ്ടാവുമല്ലോ. സോ ആ ഒരു സ്ട്രേഞ്ചറെയാണ് കാണിച്ചു കൊടുക്കുന്നത്. നോക്കി ഇയാൾ നടക്കുന്നത് ഒരു പന്തികേടില്ലേ, അതുപോലെയല്ലേ മിസ്റ്റർ ചോയ് നടന്നേന്ന് ഇവൻ ചോദിക്കുമ്പോൾ എന്ത് പന്തികേട്, ഈ വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്കൊരു പന്തികേടും തോന്നുന്നില്ല എന്ന് ജിൻ പറയുകയാണ് കേട്ടോ. ആ ടൈമിലാണ് ഇവർ സെഹ്യൂനെ കാണുന്നത്. ആഹാ, നാട്ടിലെത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നതെന്ന് ജിൻ അവിടെ ചോദിക്കുന്നതും ഇവരാണെങ്കിലും പിന്നീട് വർക്കിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ജഹ്യൂൻ, അതായത് നേരത്തെ 2 കേസിൻ്റെയും ഈ ഡ്രഗ്സ് ടെസ്റ്റ് ഒക്കെ നടന്നല്ലോ, അതിൻ്റെ റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. സോ ഒഫീഷ്യലി എനിക്ക് ഫയൽസ് ഒക്കെ തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഓൺലൈനിൽ വന്ന് കിടക്കുന്നുണ്ട്, ഞാൻ എടുത്ത് തരാമെന്നൊക്കെ ഇവൾ അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഇവളുടെ ഫേസിൽ ഈ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കാണുന്നത് കേട്ടോ. ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വീണതാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ മിസ്റ്റർ ചോയ് കാണുന്നതും ഇയാളാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് വീട്ടിലെത്തുന്ന ഇവളാണെങ്കിൽ, അതായത് നാഷണൽ ഫോറൻസിക് സർവീസിൽ നിന്നും ഇവൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇവൾ വേണം കേട്ടോ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാൻ. എന്നാൽ ഇവളാണെങ്കിലും കുറച്ച് തിരുത്തുകൾ അതിൽ നടത്തുന്നുണ്ട്. അതായത് ഡ്രഗ്സ് കണ്ടെത്തിയെന്ന് ചോദിക്കുന്ന ആ ഒരു കോളത്തിൻ്റെ നേരെ ഇവൾ നോട്ട് ഫൗണ്ട് എന്നാണ് എഴുതുന്നത്. ശരിക്കും പാൻക്യുരൂനിയം എന്ന് പറയുന്ന ഒരു ഡ്രഗ്സ് കണ്ടെത്തിയിട്ടുണ്ട്, ഇവൾക്ക് അതറിയാം, പക്ഷെ ഇവളത് അവിടെ നോട്ട് ചെയ്യുന്നില്ല കേട്ടോ. ആ ടൈമിലാണ് മിസ്റ്റർ ചോയ് ഇവളെ വിളിക്കുന്നതും എന്താ മോളെ തിരിച്ച് സേഫായിട്ട് എത്തിയില്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മകളെ പറ്റിയിട്ട് ഇത്രയധികം ടെൻഷൻ അടിക്കുന്ന അച്ഛനാണോ അവളെ ഷോക്ക് അടിപ്പിച്ചു എന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത്. അത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ കാണുന്നത്, എന്നിട്ട് മോളെന്നെ കൊല്ലാനല്ലേ നോക്കിയേ, അപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യേണ്ടേ മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും തന്ന ഗിഫ്റ്റ് കൊള്ളാം, അത് കാരണം ശരിക്കും ഇപ്പം ഞാൻ പെട്ടുകൊണ്ടിരിക്കുക, കാരണം ഇപ്പം ഇതെല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ടെന്ന് ഇവൾ പറയുമ്പോൾ ഈ ഫോട്ടോയെ പറ്റിയിട്ടാണ് ഇവൾ സംസാരിക്കുന്നത് കേട്ടോ. മോൾക്കത് ഇഷ്ടമായോ, ഇതുപോലത്തെ വേറെയും കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ അടുത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അവസാനം എത്തുമ്പോൾ നമ്മളിൽ ഒരാൾ മാത്രമേ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഇവൾ ദേഷ്യത്തോടു കൂടി അവിടെ പറയുന്നുണ്ട്. ഓഫീസിലാണെങ്കിലോ മീറ്റിംഗ് നടക്കുമ്പോൾ, അതായത് ഈ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് സീനിയർ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവരാകെ ടെൻഷൻ അടിക്കുമ്പോൾ ഇവനാണെങ്കിലും ബ്ലൂ ബാരലിൻ്റെ കേസ് അവിടെ എടുത്തിടുന്നുണ്ട് കേട്ടോ. എടോ താനിതുവരെ വിട്ടില്ല, അത് മുന്നത്തെ കേസിൽ ഇതന്നെ സോൾവ് ആകുന്നില്ല, ഇനി അൺസോൾവഡ് ആവാത്ത കേസ് കൂടി കൊണ്ടുവന്ന് കുഴപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ പ്ലീസ് സാർ ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ, ഈ 2 കേസും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതായത് അന്നത്തെ ആ ഒരു കേസിൽ ഇതുപോലെ ബോഡി പാർട്സ് 17 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ലാക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ നെക്കിൻ്റെ അവിടെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അന്നത്തെ ആ കൊലയാളി ഒരു പാൻക്രോണിയം എന്ന് പറയുന്ന ഒരു ഡ്രഗ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ല സിമിലാരിറ്റി തോന്നുന്നില്ലേ? അതുമാത്രമല്ല ഈ സംശയിക്കുന്ന ആളുടെ പേര് ദോസാം എന്നാണ്. ഇയാൾക്ക് അന്നൊരു മകളുണ്ടായിരുന്നു, 9 വയസ്സാണ് പ്രായം. അതായത് നമുക്ക് ഇന്നലെ കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിക്കും അതേ വയസ്സ് തന്നെയാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു സിമിലാരിറ്റീസ് ഇല്ലെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ന്യൂഡിൽസ് തലയനാണെങ്കിൽ അമ്പോ അന്നത്തെ ഡെഡ് ബോഡീസിൽ നിന്ന് ത്രെഡ് കൂടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്തത് ഒരാളാണെന്ന് സംശയിക്കില്ലെന്ന് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റൊരു ഓഫീസറാണെങ്കിൽ നീ ഇപ്പം ആരുടെ സൈഡാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, സത്യത്തിൻ്റെ ഭാഗത്തെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന സീനിയർ ഓഫീസറാണെങ്കിൽ ശരി നീ കേസിനെ പറ്റി അന്വേഷിച്ചോ എന്നങ്ങ് പറയുമ്പോൾ ഇവനാകെ ഷോക്കാകുന്നുണ്ട്. സാറ് ശരിക്കും പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്ന സെഹ്യനോട് ശരിക്കും പറഞ്ഞതാ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ കേസിലെ ഹെൽപ്പിനായിട്ട് നീ മറ്റൊരാളെയും കൂട്ടരുത്, നീ ഒറ്റയ്ക്ക് വേണം ചെയ്യാൻ, കാരണം മറ്റുള്ള ആളുകൾക്ക് ചെയ്തു തീർക്കാൻ ഇവിടെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറയുന്നതും അതുമാത്രമല്ല നീ ഇത് പ്രൂഫ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഉടനെ തന്നെ കൊണ്ടുവരും വേണമെന്നൊക്കെ പറഞ്ഞ് ആൾ അവിടെ നിന്നും പോവുകയാണ്. ഇതേ ടൈമിൽ ജിന്നാണെങ്കിലും
അതെ ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പം? ഈ ആവശ്യമില്ലാത്ത കേസൊക്കെ കുത്തിക്കൊണ്ടുവന്ന് ഇതൊക്കെ എപ്പോൾ തീരും എന്തോന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ജിന്നിനെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ അച്ഛനെ വിളിക്കുന്ന സെഹ്യൂനാണെങ്കിൽ അവിടെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് മിനിഹയുടെ ഇനിയും ബോഡി പാർട്സ് ആളുടെ കയ്യിലുണ്ടെന്ന് ഇവൾക്കറിയാം. ആ ബോഡി പാർട്സിൽ മറ്റൊരാളുടെ DNA ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ കൊല ചെയ്തത് അയാളാണെന്ന് വരുത്തി തീർക്കാൻ കഴിയും. ഈ ബോഡി പാർട്സ് ഒക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നീട് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ഇതിലൊന്നും തന്നെ കണക്ഷൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന അച്ഛനാണെങ്കിൽ നിന്നെ സമ്മതിക്കണം കേട്ടോ, എൻ്റെ മോളൊരു ഫോറൻസിക് ഓഫീസർ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലേ. അല്ല ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടാകാൻ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന അച്ഛനോട്, അത് പിന്നെ നിങ്ങളെന്നെ കുഴപ്പിച്ചിരിക്കുകയാണല്ലോ, ആ ഒരു ഫോട്ടോ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞു തരത്തില്ലായിരുന്നുവെന്ന് ഇവൾ പറയുന്നതും അച്ഛനാണെങ്കിലോ ശരി അങ്ങനെയാണെങ്കിൽ DNA ആരുടെ കളക്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം, അഡ്രസ്സ് ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൾക്ക് വേണ്ടിയിട്ട് ആളൊരു കാറൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലോ ആ ഒരു കാറിൽ കയറുന്നതും അഡ്രസ്സ് അച്ഛൻ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അഡ്രസ്സിലെത്തുന്ന ഇവളാണെങ്കിൽ രാത്രിയായിരിക്കും ആ വീട്ടിലൊക്കെ കയറുന്നുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ നിന്നും ഇയാളുടേതായിരിക്കണം കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാർജറ്റിൻ്റെ ഹെയറും അതുപോലെ ഈ റേസറൊക്കെ ഇവൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ ഇവളെ വിളിക്കുന്നത്. ആളും ആ പെൺകുട്ടിയും പുറത്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് അതെ അച്ഛൻ അവിടെ കുറച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഒതുക്കി വെക്കണം എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിലും സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവിടെ ആ ഒരു വീടിൻ്റെ ഉടമസ്ഥനായിരിക്കണം കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാർജറ്റ് ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അയാളുടെ വയറ്റിൽ അച്ഛൻ കുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവളാണെങ്കിലും അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇയാൾ പെട്ടെന്ന് പിന്നിൽ വന്ന് ഇവളെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. ഇവളാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉന്തും തള്ളൊക്കെ ആകുന്നുണ്ട്. ഇതേ ടൈമിൽ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചോയിയാണെങ്കിൽ ആ പെൺകുട്ടിയോട് സമയമായി എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതും, അതായത് ഈ വീടിൻ്റെ പുറത്താണ് ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അവിടെ കുറേ സ്ഥലങ്ങളിലായിട്ട് ഹിഡൻ ക്യാമറാസ് വെക്കുകയാണ്. അകത്താണെങ്കിൽ ഉന്തും തള്ളും നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഡംബൽസ് ആണെന്ന് തോന്നുന്നു എടുത്തിട്ട് ഇവളാണെങ്കിൽ ഇയാളുടെ തലയ്ക്കിട്ട് അങ്ങ് അടിക്കുന്നതും ഇയാളെ കൊല്ലുകയാണ്. ആ ടൈമിൽ ഇവൾ അവിടെയുള്ളൊരു മിററിൽ നോക്കുമ്പോൾ ഇവൾക്ക് ഇവളുടെ അച്ഛൻ്റെ റിഫ്ലക്ഷനാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 7 അവസാനിക്കുന്നത്. അതായത് ഇവൾ എന്താ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ 2 പടി മുന്നെയാണ് ഇവളുടെ അച്ഛൻ. അതുകൊണ്ടാണല്ലോ ഇവൾ പോലും അറിയാതെ ഹിഡൻ ക്യാമറ വെക്കുന്നത്. സോ അത് നാളെ ഇവൾക്കെതിരെ തന്നെ തിരിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവൾ ഉപയോഗിച്ചിരുന്ന കത്തിയും അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇവൾക്കുള്ളൊരു പാരയായിരിക്കും കേട്ടോ. ഈ ഹിഡൻ ക്യാമറയുടെ കാര്യം ഇവൾക്ക് അറിയത്തുപോലും ഇല്ല. അതുകൊണ്ട് ആരാരെയാ കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം.